എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം മംഗലാപുരത്തെ ഭാരത് ബെൻസിൻ്റെ വർക്ക്ഷോപ്പിലാണുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി പിക്കപ്പും മൈലേജും ഒക്കെ കുറവുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് കയറിയതാണ്. അതെ, അവർ വന്ന് പണിയൊക്കെ തുടങ്ങി കേട്ടോ. സ്റ്റാഫൊക്കെ വന്ന് ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവരുടെ. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് പണികളുള്ളതെന്ന് പറയണ്ടേ? പിന്നെ നോക്കിക്കേ. മെയിനായിട്ട് നമ്മളിപ്പം ക്ലച്ച് അഴിച്ചു. ക്ലച്ച് അഴിച്ചതാണ്. പ്രഷർ പ്ലേറ്റിന് ചെറിയ പ്രശ്നമുണ്ട്. ഇതുണ്ടോ, ഇതിൽ ഈ പാട് വന്നേക്കുന്നുണ്ടോ? അതുകൊണ്ട് പ്രഷർ പ്ലേറ്റ് മാറണം. പിന്നെ റിലീസ് ബെയറിങ്ങിൻ്റെ അതിൽ റിലീസ് ബെയറിങ് കിടക്കുന്നത് അതിന് ചെറിയ പ്രശ്നമുണ്ട്, അത് മാറണം. ഈ ട്യൂബ് ഇത് റിലീസ് ബെയറിങ്ങിന് പിന്നെ വലിയ പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം മാറുകയായിരുന്നു നമ്മളവിടെ നിന്ന്. എന്താ പിന്നെ അത് മാറണം. പിന്നെ ഡിസ്ക് പിന്നെ അത് കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യം മാറുകയായിരുന്നു. അപ്പം അതിലൊന്ന് പേപ്പർ പിടിച്ചിട്ടാൽ മതി. പുതിയ ക്ലച്ച് ഡിസ്ക് ആയിരുന്നു. അപ്പോൾ അത് മാറിയിട്ടും ശരിയാകുന്നില്ലായിരുന്നു. അപ്പോൾ പ്രഷർ പ്ലേറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അതിട്ട് നോക്കാം. അതെ, അല്ല ഇത് അതിൻ്റെ പുതിയ എടുത്ത് വെച്ചേക്കുന്ന. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടോ? ഇതിലെല്ലാം തേയ്മാനമല്ലായിരുന്നു, നമ്മുടെ പഴയ കിടന്നേത്തല്ലേ. അതെ, അത് രണ്ടും മാറണം. മാറിയിട്ട് നോക്കാം. പിന്നെ ഇതുകൊണ്ട് ക്ലിയർ ആവണം. 90% മൈലേജും പിക്കപ്പും ഒക്കെ ക്ലിയർ ആയാൽ മതിയായിരുന്നു. അതെ, സച്ചിനെ അറിയാലോ. എനിക്കറിയാം. അപ്പം സച്ചിനോട് ഇന്നലെ വിളിച്ചു. രാവിലെ 7:30 ആയപ്പോൾ ഇവിടെ വന്ന് പണി തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് ഓറഞ്ച് ലോഡായതുകൊണ്ട് പെട്ടെന്ന് കോഴിക്കോട് പോകണമെന്ന് ഞാൻ സച്ചിനോട് പറഞ്ഞായിരുന്നു. അപ്പം സർവീസ് മാനേജറാണ് ഇവിടുത്തെ. എത്ര വർഷമായി അന്നേരം ഇവിടെ? 10 കൊല്ലമായി. 10 കൊല്ലമായി അല്ലേ? അപ്പോൾ 10 കൊല്ലത്തെ പരിചയമുണ്ട് നമുക്കും. എനിക്കധികം ഇല്ലെന്നേ ഉള്ളൂ, ചേട്ടായിക്ക് നല്ല പരിചയമുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് വർക്കൊക്കെ ഇവിടെ? വർക്ക് പ്രശ്നമില്ല, വർക്ക് നല്ല പണിയുണ്ട്, നല്ല ഇഷ്ടം പോലെ പണിയുണ്ട്. പക്ഷെ കുറച്ച് എന്നോട് ഹാല് കുറവുണ്ട്. ചില സമയത്തിൽ അവധിയായിരുന്ന പ്രശ്നമാണ്. വേറെ ഒരു പ്രശ്നമില്ല. ഇവിടെ രാവിലെ ഒരു 7:30 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, നൈറ്റ് ഒരു 8 മണി വരെ പണി ചെയ്യും. പിന്നെ നമ്മുടെ വിഷയം എന്താ പറഞ്ഞാൽ ഇവിടെ ഞായറാഴ്ച വരെ പണി ചെയ്യും. ഞായറാഴ്ച നമ്മൾ രാവിലെ 9 മണി 6 മണി വരെ പണി ചെയ്യും. ഇവിടെ ഒരു 3 ടീമും ഇലക്ട്രീഷ്യൻ, സൂപ്പർവൈസർ, സ്പെയർസിൻ്റെ എല്ലാ ആൾക്കാരുണ്ടാവും. അങ്ങനെ പണിയിലൊരു പ്രശ്നമില്ല. നല്ല വയസ്സ് കുറച്ച പ്രശ്നമാണ് പണി പിടിച്ചിട്ട്. ഓക്കെ, പിന്നെ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് ഒരു 70 പേപ്പേഴ്സ് മേക്ക് ടെക്നീഷ്യൻസ് ഉണ്ട്. 70 പറഞ്ഞാൽ ഒരു മെയിൻ ടെക്നീഷ്യൻസ് ഒരു 20 പേര്, പിന്നെ അസിസ്റ്റൻറ്റ്, പിന്നെ സൂപ്പർവൈസേഴ്സ്, വൈറ്റ് കോളർ എടുത്തിട്ട് മൊത്തം 70 പേരുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ കൂടുതൽ ഇതുവഴിയല്ലേ പോകുന്നത്. അപ്പം നമ്മുടെ വണ്ടികളും കൂടുതൽ ഇവിടെ വരുന്നുണ്ട്. അതെ, രാത്രിശേഷം പിന്നെ രാജശേഷം നമുക്ക് ഒരു 10 കൊല്ലമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് പരിചയം. എന്താ എവിടെ പണിയായിരുന്നാലും അവർ എന്നെ വിളിക്കും. ഇവിടുത്തെ വർക്ക്ഷോപ്പൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ എല്ലാം സെപ്പറേറ്റ് തരംതിരിച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സച്ചിന് മലയാളം അറിയാം കേട്ടോ. അപ്പോൾ എനിക്കതുകൊണ്ട് സംസാരിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ ആക്സിഡൻറ്റ് വർക്കൊക്കെ അവിടെ അങ്ങേറ്റത്തല്ലേ? നമ്മൾ പോകുന്ന ഹൈവേയുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ല സൗകര്യം ഇങ്ങോട്ട് കയറാനും കേട്ടോ. അതെ, അതെല്ലാം ഇവിടെയാണല്ലോ ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇതുണ്ടോ, അതാ നേരെ കാണുന്ന ഹൈവേ. എല്ലാം നേരെ ഇങ്ങ് കയറിയാൽ മതി. അതെ, കാപ്പി കുടിക്കാം. സച്ചിനെ വിളിച്ചിട്ട് സച്ചിൻ കാപ്പി പിടിച്ചിട്ടാ വീട്ടിൽ നിന്ന് വന്നത്. അതെ, സച്ചിന്റെ കാറ് തന്നിട്ടുണ്ട് കാപ്പി കുടിക്കാൻ. സാറിന്റെ കാറാണ്. അതെ, പോയിട്ട് വരാം. ഓക്കെ, രാവിലത്തെ ഡ്രൈവർ ഇതല്ലേ? വണ്ടി എടുത്തോ, പോയേക്കാം. ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് കേട്ടോ, ഹോട്ടൽ ബപ്പനാട്. നമ്മൾ ഓർഡർ ചെയ്ത് ദോശയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദോശയൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നു, പപ്പടം പോലെ. അതെ, ചേട്ടായുടെ ബൺസൊക്കെ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കട്ടോ. അതെ, ഇതിന് പ്രത്യേകിച്ച് കഴിച്ചു നോക്കാനൊന്നുമില്ല. ഇത് നമ്മുടെ അവിടുത്തെ പണ്ടത്തെ പാൽബന്ന് പോലെ ഇരിക്കുന്ന ഒരു സാധനം. ചെറിയൊരു മധുരമൊക്കെ. ഈ സ്വഭാവം എന്നാ ചോദിച്ചാലും ഒന്നും വേണ്ട. എന്നിട്ട് നമ്മൾ എന്നാലും മേടിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്ത് കൈയിട്ട് എടുക്കുന്ന പരിപാടി. അത് ശീലമായി പോയി. ഇപ്പോഴേ രണ്ടാമതൊരു പൂരിയും ഉപ്പുമാവും കൂടെ പറഞ്ഞു. 2 പൂരി ആയിട്ട് കിട്ടുള്ളൂ, ഒരെണ്ണമായിട്ട് കിട്ടത്തില്ല. അതെ, വലിയ പൂരിയാണോ? അവന് ഇഡലിയാണ് പറഞ്ഞത്, പക്ഷേ ഇഡലി സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഇഡലി. അതെ അതെ, ബാക്കി നിന്റെ വയറ്റിലോട്ടാക്കി ഒന്ന് കൊല വിളിച്ചോ. കാറ് പോകാനായിട്ട് വഴി ഒരുക്കുവാ കോയെ. അതൊരു KL 14 വണ്ടിയാ കേട്ടോ. പോട്ടെ. ഇത്രയും സാധനം കഴിച്ചതിന് 250 രൂപയേ ഉള്ളൂ. എത്രയായത്?
250 അല്ലേ? 210 രൂപ. 210 ഞാൻ കേട്ട 250 ആ 210 ആയല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി കേട്ടോ, നമ്മൾ വന്ന വണ്ടി. ഇവിടുത്തെ ക്ഷേത്രമാണ് ശ്രീ ദുർഗാ പരമേശ്വരി ടെമ്പിൾ ബപ്പനാട്. അപ്പോൾ സ്ഥലപ്പേര് ബപ്പനാട് എന്നാണോ? ബപ്പനാട് ഈ സ്ഥലത്തിന് വേറുണ്ടെന്ന് തോന്നുന്നു, മുൾക്കി എന്നാണ് അറിയപ്പെടുന്നത്. ബപ്പനാട് ഇനി ഉള്ളിലോട്ടുള്ള സ്ഥലമാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ആ കടയുടെ പേരും ബപ്പനാടെന്നായിരുന്നല്ലോ. അതായിരുന്നു നമ്മൾ കഴിച്ച കടയുടെ പേര്. അപ്പോൾ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ വർക്ക്ഷോപ്പിലെത്തി. അതെ, പണിയൊക്കെ ഉടനെ ഞാൻ തീരും, നമുക്ക് പോകണ്ടേ? ഓറഞ്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അത് ഡ്രൈവറല്ലേ നോക്കണ്ടേ, പോയി നോക്ക്, പണി തന്നെ നോക്ക്. അല്ല അതെ, ഇങ്ങനെയൊന്നും വരുമെന്ന് അറിഞ്ഞില്ല, ഈ ഫീൽഡിലോട്ട് വരുമെന്ന്. അല്ലെ നേരത്തെ ഈ പണിയൊക്കെ പഠിക്കേണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവർ ചെയ്യുന്നുണ്ടല്ലേ വണ്ടിയുടെ പണി. പോളിടെക്നിക്കിൽ എല്ലാം പോകേണ്ടിയായിരുന്നു. പോകണ്ടായിരുന്നു. ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ടും പിന്നെ അനുഭവങ്ങളിലൂടെ പഠിക്കുന്നതാണ് ഇച്ചിരൂടെ നല്ലത്. പഴയ മെമ്മറി നിൽക്കുമെന്ന് കേട്ടോ, സംശയം. ക്ലച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ വാൽവിനോടൊന്ന് എഞ്ചിൻ്റെ വാൽവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൽവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഹാർട്ടിൻ്റെ ഒക്കെ വാൽവ് പോലെയാണോ എന്ന് പറഞ്ഞാലൊക്കെ തന്നെയാണ്, നമ്മുടെ വണ്ടിയുടെ ഹാർട്ടാണല്ലോ. അതെ. അപ്പം വാൽവ് വെച്ചിട്ട് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കുക. ക്ലച്ചൊക്കെ കയറ്റി അത് മുറുക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഈ വാൽവൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഇതേ വാൽവ് കവർ എന്ന് പറയുന്ന സാധനം ഇതാ കേട്ടോ ഇരിക്കുന്നത്. ഇതൊക്കെ പിന്നെ ചോദിക്കുമ്പോഴും പറയണം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ തുടങ്ങിയത് നേരത്തെ തീർന്നു. ഇനിയിപ്പോൾ ഗ്ലാസ്സൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പോകാമെന്നാ. എന്നാൽ ക്യാമറാമാൻ വണ്ടി എടുത്തോ, ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കാമെന്നാ. ഹൈവേയുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ല സൗകര്യമാക്കിയാലോ അല്ലേ? അതെ, മിക്കവാറും ഷോറൂമുകളും എല്ലാം ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറയാം കേട്ടോ. മെയിൻ റോഡൊക്കെ റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റ് എടുത്താൽ മതിയോ? ഇവിടുന്ന് റൈറ്റ് എടുക്കണ്ട, നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോയിട്ടേ യൂട്ടേൺ എടുത്ത് വരാം. അല്ല, ഇത്രയും നാളും വന്നിട്ട് വഴിയൊന്നും പഠിച്ചില്ലെന്ന് തോന്നുന്നു. അല്ല, വഴി എങ്ങോട്ടാന്ന് പറഞ്ഞു തരണ്ടേ? ആയിക്കോട്ടെ. ഇതിപ്പോ തിരിച്ചാ നമ്മള് പോകുന്നത് കേട്ടോ. അങ്കോളക്കാ പോകുന്നേ. അങ്കോളക്കൊന്നും പോകണ്ട, നേരെ കോഴിക്കോടിന് വിട്ടോ. എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട്, അതാ ചോദിച്ചോ. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, സൗണ്ടൊക്കെ കേട്ടിട്ടേ ഇച്ചിരി വ്യത്യാസമൊക്കെ വന്ന പോലെ ഉണ്ട്. കുറച്ച് ഓടിച്ചു നോക്കാം. കുറച്ച് ഓടിച്ചാലേ അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുക്കണം. അതെ, ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് വേണം പോവാൻ. ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? എന്നാ ഞാൻ ഓടിക്കാനേ. ഓടിച്ചു നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഞാനോട് ഓടിച്ചു നോക്കാം. മുക്കാന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ മുക്കാലൊരു സെയിൽ ടാക്സ് കോസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട്, GST വരുന്നതിന് മുമ്പ്. അതെ, ഇനി എവിടുന്നേലും ഡീസൽ അടിക്കണ്ടേ? കുറച്ച് ഡീസലൂടെ അടിക്കണം. മാഹിയിലെത്താനുള്ള ഡീസൽ അടിക്കണം. അതാണ്ട് നമ്മൾ രാജസ്ഥാനിൽ കണ്ട പോലെ ഒരു ജീപ്പ് പോകുന്നു. അതെ അതെ, വണ്ടി പോട്ടെ, പെട്ടെന്ന് പോട്ടെ, സമയം പോകാതെ എന്നെങ്കിൽ എല്ലണ്ടീതാ. റോറോ സർവീസേ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്ട് അവിടെ നിന്ന് കണ്ട ട്രെയിനൊക്കെ കയറുന്നത്. പ്രീ യൂണിവേഴ്സിറ്റി കോളേജ്. പിള്ളേരൊക്കെ പോകുന്നു കോളേജ് വിട്ട്. ഉച്ചയാറായി, നീ നമുക്ക് ചോറിനുണ്ടേ? ചോറ് കർണാടകയിൽ നിന്ന് കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ അപ്പുറം എവിടെയെങ്കിലും നിർത്താം. അതല്ല കേരള ശാപ്പാട് വേണമെങ്കിൽ കാസർഗോഡ് പോയിട്ട് കഴിക്കാം. ഏത് വേണമെന്ന് പറഞ്ഞാൽ? കർണാടകയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്നോടല്ലേ കർണാടകയിലേ കഴിക്കാൻ പറ്റുള്ളൂ. നാളെ തൊട്ട് വീട്ടിൽ ചെന്നാൽ പിന്നെ കേരളത്തിലല്ലേ കഴിക്കുന്നത്. എന്നാൽ പിന്നെ അപ്പുറം എവിടെയെങ്കിലും നിർത്താം, വൈക്കമ്പാടി നിർത്തിയേക്കാം. അപ്പം കഴിച്ചിട്ട് എവിടെ നിന്ന് അങ്ങ് പോകാം, അതാകുമ്പോൾ നേരെ പിന്നെ അങ്ങ് പോയാൽ മതിയല്ലോ, സമയം കളയണ്ടല്ലോ. പോട്ടെ. ഇന്ന് 3 മീനൂട്ടയാണ് പറഞ്ഞേക്കുന്നത്. 2 ബോയിൽ റൈസും ഒരാൾക്ക് വൈറ്റ് റൈസുമാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ 2 തവ ഫ്രൈയും പിന്നെ ചേട്ടായിക്കൊരു സ്പെഷ്യൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഫിഷ് എഗ്ഗ് ഇല്ലേ, അത് മീൻ മുട്ട. വരുമ്പോൾ അറിയാം, ഫ്രൈയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഇന്നലെ തൊട്ട് അയല തന്നെ പിടിച്ചേക്കാണോ? നല്ല അയലയാണ്, നല്ല ഫ്രഷ് അയലയാണ് അല്ലേ? അതല്ലേ ഞങ്ങൾ പറഞ്ഞത് കൂടാതെ ക്യാമറാമാൻ ഒരു സ്പെഷ്യലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിസ്കോ ഫ്രൈ അല്ലേ, അതായത് നമ്മുടെ ചെമ്പല്ലി. ഡിസ്കോ കളിക്കുമെന്ന് നമുക്ക് നോക്കായിരുന്നു. ഇവിടെ ഇതിന് ഡിസ്കോ എന്നാ പറയുന്നത്. ഇതന്നെ അത് മറ്റേ മീൻ മുട്ട. കേൾക്കാലും കുറെ നാളായിട്ടേ ഒന്നും കഴിക്കാൻ മീൻ കഴിക്കാത്തതിന് കേട്, ഇന്നും കൂടെ മീൻ കഴിക്കുക. അതെ, മെയിൻ ഡ്രൈവർക്ക് വേണ്ടി ഇതല്ല. പിന്നെ ഞാൻ തന്നെ അതൊക്കെ തേങ്ങാ ചമ്മന്തി അല്ല കേട്ടോ, അത് ചെമ്മീൻ ചമ്മന്തിയാണ്. ചെമ്മീൻ ചമ്മന്തിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. ആ ബീട്രൂട്ട് തോരനും കുഴപ്പമില്ല.
വേണം ചെമ്മീൻ ചമ്മന്തി എടുത്തോ, എനിക്ക് വേണമെന്നില്ല അത്. അല്ല എനിക്കും വേണമെന്നില്ല, ഞാൻ പറഞ്ഞ തേങ്ങാ ചമ്മന്തി ആണെന്ന് ഓർത്ത് വേണേ അതെടുത്ത് കഴിച്ചു. നല്ല നാരങ്ങാച്ചാറുണ്ട്. ആ അതെ, അത് കുറേ ഐറ്റം ഉണ്ട്. തൊരക്ക് പുളിമൂഞ്ചി, പിന്നെ തെട പുളിമൂഞ്ചി, ആ ബാങ്കട പുളിമൂഞ്ചി ഉണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു അല്ലേ? അതെ അതെ. ആ അതെ, മാഹി ലഞ്ചുവം മലയാളിയുടെ ആണോ ഇനി? കേരള വണ്ടിയാ? അതെ. ഇന്നലെ വൈകിട്ടത്തെക്കാട്ടിലും എന്നാലും നല്ല ഫുഡായിരുന്നു. ഇന്നത്തെ ഇച്ചിരി നല്ല മീനായിരുന്നു. അതെ അതെ, ആ പിന്നെ അത് തന്നെയല്ല, എല്ലാം കൊണ്ടും നല്ല കടയായിരുന്നല്ലേ. കള്ളച്ചിരിയൊക്കെ അന്നേരം വരുന്നല്ലോ. കള്ളച്ചിരി ആർക്കാ വന്നതെന്ന് പറഞ്ഞേ? അതെ അതെ, കള്ളച്ചിരി ഞങ്ങൾക്കാന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ഞാനതിന് കള്ളച്ചിരി ഒന്നും ചിരിക്കേണ്ട കാര്യമില്ല, ഞാനുള്ള കാര്യം പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണോ എന്നാന്ന് അറിയത്തില്ല, ആ കൊച്ചു നോക്കുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ. ഏത് കൊച്ചു? ഞങ്ങൾ കൊച്ചിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. റിസപ്ഷനിൽ ഇരുന്ന കൊച്ചിന്റെ കാര്യം പറഞ്ഞേ, അതാണല്ലോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങള് കൊച്ചിന്റെ കാര്യം പറഞ്ഞില്ല ഇവിടെ. അത് പറഞ്ഞപ്പോ തൊട്ട് മെയിൻ ഡ്രൈവർ ഊറി ചിരിക്കുന്നു. മലയാളിയെ പോലെ നല്ലൊരു പെങ്കൊച്ച അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആ, അപ്പുറത്തെ പമ്പയിൽ നിന്ന് അടിക്കാം, കുറച്ച് ഡീസൽ അടിച്ചോണ്ട് പോവാം. നമ്മള് ഡീസൽ അടിച്ചോണ്ടിരുന്ന പമ്പാണ് കേട്ടോ നേരത്തെ. ഇപ്പം മാഗി വില കുറയുന്നതിന് മുമ്പ് ഡീസൽ അടിച്ചോണ്ടിരുന്ന പമ്പായത്. JB ഹൈവേ എന്നാണ് പേര്. നമ്മുടെ ഒരു അടുത്ത സുഹൃത്തുമാണ് പുള്ളി. ഇതിന്റെ പുറകിലേക്ക് പിടിച്ചോ. അവര് ഇവിടെ പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ, കാണിക്കുന്നിടത്ത് തന്നെ വണ്ടി നിർത്തണം. അങ്ങനെയാണോ? അല്ല നമ്മളെ കൊണ്ട് എടുപ്പിച്ച് അങ്ങനെ പിടിപ്പിക്കും. 50 ലിറ്റർ അടിച്ചാൽ മതിയേ, മാഗി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള. അടിച്ചോ. ഞാനവിടെ നമ്മുടെ ചേട്ടനെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം കേട്ടോ. മംഗലാപുരത്ത് ഡീസലിന് 87 രൂപ 10 പൈസ. ഇപ്പോഴേ വലിച്ചു വിട്ടോ. നമ്മുടെ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു, ചേട്ടൻ്റെ മാനേ ഉള്ളായിരുന്നു. ഇവിടെ 87 രൂപ 10 പൈസ. പിന്നെ മാഗിയിൽ 83 ഉള്ളൂ. അപ്പം പിന്നെ മാഗിന്ന് അടിച്ചപ്പോഴേ ബാക്കി. ആ അതെ, നേരത്തെ ഇവിടെ ആയിരുന്നു എല്ലാ വണ്ടിയും നമ്മളെ അടിച്ചോണ്ടിരുന്നത്. മാഗി വില കൂടി നിന്നപ്പം. ഇവിടെ പുതിയ പാലം വരുന്നുണ്ടല്ലോ ഇപ്പം, മറ്റേ 4 ലൈനിന്റെ ഭാഗമായിട്ടായിരിക്കും. ഇങ്ങോട്ടൊക്കെ ഇതല്ലേ കുറേ ദൂരേ പണി തീരാതെ കിടക്കുന്നോണ്ടേ. ഇതുവഴി വന്നിട്ട് കുറച്ചായിരുന്നല്ലോ അല്ലേ? വന്നിട്ട് കുറേ നാളായി പറയുകയാണെങ്കിൽ. ഈ വഴിയിലുവേ ഇവിടെ എല്ലാം അങ്ങോട്ട് കുറച്ച് മംഗലാപുരം കഴിയുന്നിടം വരെ നല്ല തിരക്കാണ്. ഇവിടെ അങ്ങോട്ടുള്ള ലൈൻ ഓവർ ബ്രിഡ്ജ് ഇല്ല. അതെ, ആ അവിടെ വരുമ്പോൾ ഇച്ചിരി തിരക്ക് വരും. വലിയ ബ്ലോക്ക് ഇല്ല. അത് ഈ വലത്തേക്ക് പോകേണ്ട, ടൗണിലേക്ക് പോകേണ്ട വണ്ടികൾ ഇവിടുന്ന് വലത്തോട്ട് അങ്ങ് പോകും. മംഗലാപുരം ടൗണിലേക്കുള്ള വണ്ടികൾ അതിൻ്റെ പുറകെ പോയേക്കല്ലേ. അത് മംഗലാപുരം ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. വേണ്ടേ, വെൽക്കം ടു മംഗ്ലൂർ സിറ്റി. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? അത് ചോദിക്കാൻ മറന്നുപോയി. വണ്ടി വ്യത്യാസമുണ്ട് കുറച്ച് അല്ലേ? പിക്കപ്പ് വ്യത്യാസം ഇല്ലേ? ഇച്ചിരി സ്മൂത്തായല്ലേ? ഈ ഗണേശ് എന്ന് പറഞ്ഞ നൈറ്റ് സർവീസ് ബസ്സാണ്. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് ഇപ്പോഴും. ഇതെല്ലാം വൈകുന്നേരങ്ങളിൽ പോകേണ്ട വണ്ടികളാണ്. മുംബൈ തന്നെയല്ലോ, ഒരുപാട് റൂട്ടിലേക്കുണ്ട്, ഒത്തിരി വണ്ടിയുണ്ട്. ആ ഉണ്ടോ? എത്ര വണ്ടി കിടക്കുന്നതെന്ന് നോക്കിയാൽ ഈ കയറ്റത്ത് ഇവിടെ കൊണ്ട് ഈ സിഗ്നൽ ഉള്ളതുകൊണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് പണിതപ്പോൾ ആ വഴി ക്രോസ് ചെയ്യുന്ന വഴി ഈ റോഡിന് അടിയിൽ കൂടെ ആക്കി വിട്ടാൽ മതിയായിരുന്നു. ഇത്രയും കയറ്റമല്ലേ നമ്മൾ കയറി വന്നേ. കലയുടെ കേട്ടോ, ഇതൊരു കേരള വണ്ടിയാണല്ലോ, ടാങ്കർ. നമ്മുടെ ആൾക്കാരാണ്. ആണോ? എല്ലാം നമ്മുടെ ആൾക്കാരാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് വേറൊരു കാര്യം പറഞ്ഞാലേ, ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നല്ല, ഇപ്പൊ ഇന്ത്യയിൽ നമ്മള് എവിടെ ചെന്നാലും എല്ലാം നമ്മുടെ ആൾക്കാരാ. ആ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അങ്ങനെയാണല്ലോ. അതെ, ഇന്ത്യക്കാര് മാത്രമല്ലല്ലോ, വെളിയിലുള്ളവരും എല്ലാം കാണുന്നില്ലേ? ആ അതും ശരിയാണ്, അതൊരു ശരിയാണ്. അല്ല, ലോകം മുഴുവൻ നമ്മുടെ സ്വന്തക്കാരാണ്. അല്ലേ? അതെ, നമ്മളെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. അതെ അതെ എന്ന് പറഞ്ഞാലേ. കണ്ണൂർ 148, റൈറ്റിലേക്ക് മംഗലാപുരം 6 കിലോമീറ്റർ, ലെഫ്റ്റിലേക്ക് ബാംഗ്ലൂർ. ഇവിടെ പണ്ട് ഇത് ഈ ഫ്ലൈ ഓവർ വരുന്നതിന് മുമ്പ് താഴെ കൂടെ ചെന്നായിരുന്നു പോകുന്നത്. അന്ന് ഇത്രയും തിരക്കൊന്നുമില്ല. ഈ NH66 വർക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ ഫ്ലൈ ഓവർ ആയത്. അല്ല, അതേതൊക്കെയായാലും നന്നായെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ആ ടൗണിൽ കൂടെ മുഴുവൻ പോകണ്ടേ? ടൗണൊന്നും പോകണ്ടെന്നേ. താഴെ ആ ഒരു ഇതുണ്ടല്ലോ, ഇത് ലെഫ്റ്റിലേക്ക് പോകുന്നത് ബാംഗ്ലൂരും പോകും, റൈറ്റിലേക്ക് പോകുന്നത് മംഗലാപുരം ടൗണിലേക്ക് പോകും. ഒരു 4 കൂടി ജംഗ്ഷൻ ആയിരുന്നു, അത്രേ ഉള്ളൂ. വലിയ തിരക്കൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഒരു മസ്ജിദാണ്, വലിയ മസ്ജിദാണ് കണ്ടോ. അപ്പം മംഗലാപുരത്തിന്റെ തിരക്ക് കഴിഞ്ഞു. ഇനിയിപ്പം അങ്ങോട്ട് വലിയ തിരക്കില്ല, ഇങ്ങനെ അങ്ങ് പോകാം. ഇനി കാസർഗോഡ് ചെല്ലുമ്പോൾ ഉള്ള തിരക്കുള്ളൂ. നേത്രാവതി നദിയായത് നമ്മളെപ്പോഴും ഇതിലേ പോകുമ്പോൾ പറയുന്നതാ. ഇവിടെ ഏതൊക്കെയായാലും ഇതൊരു 1 കിലോമീറ്റർ അടുത്ത് വീതിയുണ്ട് നേത്രാവതി നദിക്ക്. വലത് സൈഡിലേക്ക് പോയാൽ അവിടെ ചെന്നത് കടലിലേക്ക് ചേരും. നല്ല വെള്ളമുള്ള. അതെ, എപ്പോഴും ഇതുപോലെ വെള്ളം ഇവിടെ എന്നും ഉണ്ട്. ഇതുപോലെ ഇത്
തൊക്കോട്ടെന്ന് പറഞ്ഞ സ്ഥലമാണ്. പണ്ട് ഇവിടെയും സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ GST വന്നപ്പോൾ അതും എടുത്തു കളഞ്ഞു. പിന്നെ ഇവിടെ ഫ്ലൈ ഓവറുമായി. അതുകൊണ്ട് ഇപ്പോൾ സുഖമായിട്ടില്ല, നേരെ അങ്ങ് പോയാൽ മതി. അല്ലെങ്കിൽ താഴെ കൊണ്ട് നിർത്തി ചെക്ക് പോസ്റ്റിലൊക്കെ പോയിട്ട് വേണമായിരുന്നു പോകാൻ. അല്ല, മെയിൻ ഡ്രൈവർക്കൊക്കെ എന്നാ ഭാഗ്യമാണെന്ന് പറഞ്ഞെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റും പോകണ്ട, ഒന്നും വേണ്ട. ആ ഈ വല്ല RTO ചെക്ക് പോസ്റ്റ് ഉള്ള ബോർഡറുകളിൽ അവിടെ മാത്രം പോയാൽ മതി. വഴി കൈ കാണിച്ചാൽ അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അല്ലാതെ ഇല്ല. ആ ചിലപ്പോൾ ഇറങ്ങണ്ട. അപ്പോഴേ നമ്മള് പഞ്ചാബിൽ നിന്നും നമ്മുടെ ഓറഞ്ചും ഒക്കെ കയറ്റി ഇങ്ങോട്ടുള്ള യാത്രയിൽ നമ്മളിപ്പം മംഗലാപുരം ഒക്കെ കഴിഞ്ഞു. നമുക്ക് ലോഡ് ഇറക്കേണ്ടത് കോഴിക്കോടാണ്. ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് ഇറക്കണമെന്ന് പറയാൻ വിട്ടുപോയി. അതെ, ഇന്ന് വൈകിട്ടാ ലോഡ് ഇറക്കേണ്ടത്. അതുകൊണ്ട് വഴി സമയം കളയാതെ നേരെ അങ്ങ് പോകണം. അപ്പോഴേ വേറെ കുഴപ്പമൊന്നുമില്ല. താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ട്. അവർ പറയും ഒരു കാര്യം ചെയ്യും, എന്നാ വെളിയിൽ ഇറക്കി ഇട്ടോ, ഔട്ടറിൽ ഇട്ടോ, നാളെ രാത്രി ഇനി നമുക്ക് ഇറക്കാം, വിളിച്ചേക്കാന്ന് പറയും. പിന്നെ നമുക്കന്ന് കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കണ്ട് കറങ്ങി വരികയും ചെയ്യാം. അതെ, കേരളത്തിലേക്ക് അടുക്കുന്നതിന്റെ മുമ്പേ ഇപ്പൊ കുറെ 3-4 പമ്പുകൾ ഉണ്ടോ, നല്ല അടിപൊളി പമ്പുകൾ ഉണ്ടോ, ഡീസൽ പമ്പുകൾ. വേറെ ഒന്നുമല്ല, കേരളത്തിൽ വില കൂടുതലായതുകൊണ്ട് ഈ ഇങ്ങോട്ട് ഈ ബോർഡറിലുള്ള പമ്പുകൾക്കെല്ലാം നല്ല കച്ചവടമാണ്. എല്ലാവരും ഇവിടുന്ന് ഫുള്ളാക്കിയേ പോവുള്ളൂ. വില ഭയങ്കര വ്യത്യാസം. 87 രൂപയല്ലേ കർണാടകയിലുള്ളൂ. നമ്മുടെ അവിടെ 97 രൂപ അടുത്തല്ലേ വില. 10 രൂപയുടെ വ്യത്യാസമില്ലേ. കർണാടക നമ്മൾ തീർന്നു എന്ന് തന്നെ പറയാം. ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതെവിടെ നിർത്തണം. എന്നിട്ട് ഇവിടെ ബോർഡർ RTO ചെക്ക് പോസ്റ്റ് ഉണ്ട് കർണാടകയുടെ. ഇവിടെ നിർത്തിയാൽ മതി. ആയിരിക്കും, ഇന്നാളുള്ള ആളാണോ ഇപ്പോൾ ഉള്ളതെന്ന് അറിയത്തില്ലല്ലോ. അതെ, അവിടെ നിൽക്കുന്നവരായിരിക്കും. പരിചയം പുതുക്കിട്ടോ, ഒത്തിരി നാളായില്ലേ ഇവിടെ വന്നിട്ട്. അതെ, ഞങ്ങൾ പറഞ്ഞു വരുന്ന കഴിക്കുന്ന ചേച്ചിയെ കാണും വഴി നമ്മൾ മറ്റേ വേറൊരു വണ്ടി ഇന്നലെ വൈകിട്ട് കണ്ടായിരുന്നു. അങ്ങോട്ട് പോകാം. പരിചയമൊക്കെ പുതുക്കിയേ. ഒരുപാട് പരിചയക്കാരുണ്ടായിരുന്നോ? ഒരുപാട് പേരുണ്ടായിരുന്നു. കേരള വണ്ടി ഒരെണ്ണം വന്നു. അത് 2-3 പേരുണ്ടായിരുന്നു. പിന്നെ അവരോട് വർത്താനമൊക്കെ പറഞ്ഞു. അവര് പൂനെക്ക് പോവാന്ന് പറഞ്ഞു. അവർക്ക് ഞാൻ കൊക്കോയ. കൊക്കോ. ഞാൻ അവരോട് സംസാരിച്ചോണ്ട് നിൽക്കുവല്ലായിരുന്നു. എല്ലാം സ്ലോയാ, പതുക്കെ പോവുള്ളൂ. ഞാൻ നോക്കിയും കണ്ട് സൂക്ഷിച്ചൊക്കെ പോകത്തുള്ളതാ. ചില സമയത്തല്ലേ ഉള്ളൂ. ചിലപ്പോ ചില സമയത്ത് അല്ല, ചിലപ്പോ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ പോലെ. തലപ്പാടി ബ്രിഡ്ജായത് കേട്ടോ. ബ്രിഡ്ജ് കഴിഞ്ഞ് ആ ടോളും കഴിഞ്ഞ് അപ്പുറം ചെല്ലുമ്പം കർണാടക തീർന്നു. നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു കയറും. കർണാടകയിലെ അവസാന ശ്വാസം അതെ എടുത്തിട്ട് തലപ്പാടി ടോൾ പ്ലാസ കേട്ടോ. എവിടെ ഗൂഗിൾ പേ? നോ ഗൂഗിൾ പേ. ഇവിടെ 250 രൂപയാണ് ഇവിടെ. കർണാടകയുടെ ലാസ്റ്റ് ബസ് സ്റ്റേഷനാണ് ഇത്. പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ വരെ ഉണ്ട്. അപ്പം ഇത് തലപ്പാടി. അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ കേരളത്തിലേക്ക് കയറുന്നത്. ഇവിടെ വരെ കർണാടകയുടെ ബസ് പ്രൈവറ്റ് ബസ്സൊക്കെ വരുള്ളൂ. ആ പമ്പ് കർണാടകയുടെയാണ്. അവിടുന്ന് ഡീസൽ അടിച്ചാൽ 87 രൂപയ്ക്ക് കിട്ടും. തൊട്ടപ്പുറന്ന് അടിച്ചാൽ 97 രൂപയ്ക്കും കിട്ടും. ചെറിയ വ്യത്യാസവും. ഇത് ആരോ ഒരാൾ സൈക്കിളിൽ നമ്മുടെ ദേശീയ പതാകയൊക്കെ വെച്ച് പോകുന്നുണ്ട്. ഓൾ ഇന്ത്യ കറങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പം നമ്മൾ കേരളത്തിൽ കയറി കേട്ടോ. ഇവിടെ തൊട്ട് കേരള എവിടെയെങ്കിലും വെളിയിൽ പോയിട്ട് വന്നതായിരിക്കും, തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ കയറി. ഓർച്ചേക്കോസ് ഒക്കെ പുതിയത് പണിത് വേണ്ടേ തലപ്പാടി. ഇവിടുന്ന് അങ്ങോട്ട് കുറേ വഴി പണി തീർന്നു കേട്ടോ. നമ്മളിപ്പം വന്നിട്ട് ഒത്തിരി ദിവസമായില്ലേ. ഇതെല്ലാം പൂർണ്ണമായിട്ട് തീർന്നാ. നല്ല അടിപൊളി വഴിയായല്ലോ. അടിപൊളിയായി. അതാ ലൈൻ ഇടുന്ന കാര്യം പറഞ്ഞില്ലേ. ചായ പറയുന്നത് കേട്ടില്ലായിരുന്നു ലൈൻ ഇടാനല്ലേ. നീ ലൈൻ ഇടുന്ന കാര്യമൊന്നും പറയണ്ട. അല്ല, ലൈൻ ഇടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇതുവരെ ഒന്നും ലൈൻ അങ്ങ് വീഴുന്നില്ല അല്ലേ. ലൈൻ തെളിയുന്നില്ല. അപ്പോഴേ നമുക്ക് ഇവിടെ മുതല് നമ്മുടെ റോഡ് പണിയൊക്കെ തീർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അധികം താമസിക്കാതെ നമുക്ക് അങ്ങ് വരെയും നമ്മുടെ കേരളത്തിനകത്തൂടെ അങ്ങ് തിരുവനന്തപുരം വരെയും ഇതുപോലെ 6 ലൈനിൽ കൂടെ യാത്ര ചെയ്യാം. എന്നാണല്ലേ നല്ല സ്പീഡിന് വർക്ക് നടക്കുന്നുണ്ട്. അതെ, ഒരുപാട് കാലമെടുക്കാതെ തന്നെ നമുക്ക് നല്ല വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റും.
പിന്നെ പിള്ളേരൊക്കെ മദ്രസയിൽ പോയിട്ട് വരുന്നതാണോ? സ്കൂളിൽ പോയിട്ട് വരുന്നതായിരിക്കും. അതല്ലേ ഇതൊക്കെ ബാഗൊക്കെ ഉണ്ടല്ലോ. ഇതിലേ നമ്മളൊരു 2-3 മാസമെങ്കിലും ആയെന്ന് തോന്നുന്നു ഇതിലേ വന്നിട്ടല്ലേ. ആ നമ്മൾ ഹരിദ്വാർ പോകാൻ നേരം കണ്ടു വന്നല്ലേ. പോകാൻ നേരം ഇതിലേ വന്നാ ശരിയാ. ആ അപ്പോൾ ഇതേ പൊസങ്കടിയായത് എന്നാണ്ടോ പുതിയ ഹൈവേ വരുന്ന ഇതിൻ്റെ താഴെ കൂടെ. അപ്പോൾ കണ്ടോ ഈ ക്രോസിംഗ് ഒക്കെ മോളിൽ പാലം കൊടുത്തേക്കുന്നത് കണ്ടോ. ഒരിടത്തും ഒരു സിഗ്നലും ഇല്ലാതെ പോവാം. താഴോട്ട് നോക്കിയാൽ എത്ര കുഴിയിൽ കൂടെ അടുത്ത റോഡ് വരുന്നതെന്ന്. ഇവിടെ ഇതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അപ്പുറത്തെ ഒരു ക്രോസിങ്ങിൻ്റെ കാര്യം. മംഗലാപുരത്ത് വന്നപ്പോഴേ ആ ഒരു വഴി ക്രോസാന്ന് ഞാൻ പറഞ്ഞില്ല, അടിയിൽ കൂടെ വിട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞല്ലേ ഇവിടെ എടുത്ത് ചെയ്തേക്കുന്നത്. ഇവിടെ ഈ മണ്ണെല്ലാം എടുത്ത് ഇത് കുഴിച്ച് മെയിൻ ഹൈവേ താഴെ കൂടെ അങ്ങ് പോകും. പഴയ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റാണ് ഇത്. നോക്കിയേ ജീർണിച്ച് കിടക്കുന്നത് കണ്ടോ. അയ്യോ ഒരു കാലത്ത് ഇവിടെ മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ കാത്തുകെട്ടി കിടന്നിട്ടുള്ള ചെക്ക് പോസ്റ്റ് പാസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഒരിടത്ത് നിർത്തുക പോലും വേണ്ട, ചുമ്മാ ഇങ്ങനെ പോന്നാൽ മതി. നമ്മളൊരു പ്രാവശ്യം പോകുമ്പോഴേക്ക് അങ്ങോട്ട് ഫ്ലൈറ്റിന് പോയിട്ട് തിരിച്ച് ലോറിയിൽ ഇങ്ങോട്ട് വന്നില്ലേ 2016 ഇങ്ങോട്ട് വന്നിട്ട് വണ്ടി കോട്ടയത്തിനായിരുന്നു ലോഡ്. നമ്മൾ 2 മാത്രമേ ഉള്ളായിരുന്നു അല്ലേ. എന്നിട്ടുണ്ടല്ലോ എത്ര ഞാൻ ഇവിടെ മഞ്ചേശ്വരം വരുമ്പം ഒരു രാത്രി ഒരു 2 മണിയായി. പാർസലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചെക്ക് പോസ്റ്റ് പാസ്സാകാൻ വേണ്ടി അവിടെ പോയി നിന്ന് വേറെ 2 ഡ്രൈവർമാരുണ്ട് വണ്ടിയിൽ. ഞങ്ങൾ ആ വണ്ടിയിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി പോന്നാ. ആ അപ്പം ഇവിടെ വന്ന് ചെക്ക് പോസ്റ്റ് പാസ്സാകാൻ പോയി ഒരു 2 മണിക്കൂർ നിന്നിട്ടാ നമ്മുടെ ബില്ല് നോക്കുന്നേ. അപ്പം 5 മണിയോ അങ്ങാണ്ടായപ്പം നോക്കിയിട്ട് പറഞ്ഞു ഈ വണ്ടി കെട്ടഴിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. ആ രാവിലെ. അപ്പം ഞങ്ങൾ വണ്ടിയെ കിടക്കല്ലേ, പിന്നെ കെട്ടഴിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. അഴിക്കണ പിന്നെ കാസർഗോഡ് എങ്ങാണ്ട് കൊണ്ടുപോകണം, എന്നിട്ടേ അഴിക്കത്തുള്ളൂ. ഞങ്ങൾ പിന്നെ അവിടുന്ന് അവിടെ പോയി റൂം എടുത്ത് പിന്നെ അവിടെ റൂമിൽ ഫ്രഷായി പിന്നെ കാസർഗോഡ് ചെന്ന് പിന്നെ അവിടുന്ന് ഒരു ട്രെയിൻ കയറി ഒരു തരത്തിൽ വീട്ടിലെത്തി. എന്നിട്ട് വണ്ടി എന്നിട്ട് രാവിലെ അവിടെ കാസർഗോഡ് കൊണ്ട് അഴിച്ച് ഈ സാധനം എല്ലാം ഈ ഇറക്കി പിന്നെ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് അന്ന് പിറ്റേ ദിവസം രാത്രിയിലെങ്ങാണ്ടാണ് ഇവിടുന്ന് അവർ പോരുന്നത്. ഒരു ദിവസം ഫുള്ള്. അന്നേരം കണ്ടല്ലേ. ഞാൻ പിന്നെ അടിച്ചു. ശ്രീരാമകൃഷ്ണ വിദ്യാലയ ഉപ്പള. ഈ ഉപ്പള ടൗണും ഫുള്ള് ഫ്ലൈ ഓവറിനടിയിലാവും. ഉണ്ടാവും ഇവിടെ ഫുള്ള് ഫ്ലൈ ഓവറിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഉപ്പള ബസ് സ്റ്റാൻഡ് അത്. പൂനെക്ക് പോകുന്ന വണ്ടിയാണ് വേളാങ്കണ്ണി മാത. ഇതൊക്കെ നല്ല സ്പീഡിൽ തന്നെ പണികൾ നടക്കുന്നുണ്ട് ഇവിടെ എല്ലാം. അവിടെ വഴിപണി നടക്കുന്നുണ്ടാണ് ഇങ്ങനെ തിരിച്ചു വിട്ടേക്കുന്നത്. അന്നേരം പിന്നെ ഇപ്പോഴത്തെ പോലെ ആയിരിക്കുകയല്ല. ഇപ്പം കേരളം ഓടുമ്പോൾ ടോൾ എന്തെയ്യൊന്നും ഇല്ല. ഈ വഴിയൊന്നും പോകുമ്പോൾ കുറച്ച് ടോളും കൂടെ ആവും, അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഡീസൽ ലാഭം കിട്ടും. ടോൾ കൊടുക്കുന്ന പൈസയുടെ ഡീസൽ കുറച്ചേ ആവും, സമയം ലാഭം. കണ്ടോ ഇങ്ങോട്ട് കയറിയപ്പം വല്ല തിരക്കുണ്ടോ? അതാണ് കണ്ടോ. ഇവിടെയും റോഡ് കണ്ടോ, ആ താഴെ കൂടെ പോകുന്നത്. ആ ഇത്രയും മണ്ണെടുത്ത് മാറ്റിയേക്കുന്ന. അതെ നിരപ്പാവും, കയറ്റം എല്ലാം കുറയും, കയറ്റം ഇറക്കം കുറയും. നോക്കിയേ എന്നാ പൊക്കത്തിലായെന്ന്. താഴോട്ട് നോക്കിയേ എന്ത് കുഴിയിലാ. ആ അതിലെയാണ് ഹൈവേ വരുന്നത്. ആ അതെ അതെ അതെ. ഇത് മറ്റേ നൂൽപാലത്തിലൂടെ പോന്നേ. പുതിയ വഴിയായി കഴിയുമ്പോഴേ സ്ഥലപ്പേര് പോലും അറിയത്തില്ലാതായി പോകും. അതെ മെയിൻ ഷോപ്പിനേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ സ്ഥലപ്പേരെല്ലാം മറന്നു പോകുന്നില്ല. സ്ഥലം കണ്ടാൽ മനസ്സിലാവുകയല്ലേ, എല്ലാം ഒരേപോലെ ഇരിക്കുകയല്ലേ. ഇതിപ്പോൾ നമ്മുടെ പഴയ വഴിയാണ് കേട്ടോ. അതുണ്ടോ ആ വഴി വന്നു കഴിയുമ്പം ഇത് സർവീസ് റോഡാകുമായിരിക്കും ഇവിടെ. ഇത് കണ്ടോ, ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന കേട്ടോ. ആ മറ്റേ ബീം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ അതല്ലെന്ന് തോന്നുന്നു, അത് മെഷീനാ കേട്ടോ. അത് ക്രെയിനാ. അതൊക്കെ എടുക്കുന്നതായിരിക്കും. അതേൽ ഫിക്സ് ചെയ്ത് എന്നാ ചെയ്യുന്നത്. അതേൽ ബീം മാർക്കാണോ ഇതിൻ്റെ മുകളിൽ? അതെ 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 അതെ. അതിനെന്നറിയോ മറ്റേ ഈ സൈഡിലേക്കുള്ള നമ്മുടെ ബീമും ഇതിൻ്റെ മുകളിലേക്കുള്ള ഇതും എല്ലാം കൂടെ വാർക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അതെ ഞാൻ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെ ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ഇട്ടാൽ മതി. നമുക്ക് ഉപകാരപ്പെടും. അതെ
കൂടെ വേറെ ഇത് പോകുന്നുണ്ടോ? ആ. മറ്റേ item ആ ഇതുണ്ടോ ഈ സാധനം അങ്ങോട്ടേ കൊണ്ടുപോകുന്ന ഇതുണ്ടോ, ഇതുണ്ട് ആ ബീം അങ്ങോട്ട് കൊണ്ടു വെക്കുന്ന പാളത്തിൽ കൂടെ ഇതുണ്ടോ ഓടിച്ചോണ്ട് ഇത് എന്തെല്ലാം പരിപാടികളല്ലേ. അതെ അതെ എനിക്കിത് കാണാനുണ്ടല്ലോ. അതെ അതെ നമ്മള് റോഡ് പണിയുന്നെന്ന് പറയുന്നു. ആ പണിയുന്നു അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഇതെന്താ ഹനുമാൻ ക്ഷേത്രം എത്ര ഉള്ളിലോട്ടായെന്ന് നോക്കി, വഴി ആയില്ലേം കണ്ടോ നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. ഇതുണ്ട് കാണിക്ക വഞ്ചിയൊക്കെ മാന്തിക്കൊണ്ട് വെച്ചേക്കുന്നത്. ആ കാണിക്കവഞ്ചിയൊക്കെ സൈഡിലേക്ക് മാറ്റി ഇനി അവിടെ എവിടെയെങ്കിലും ഇനി സെറ്റ് ഫിക്സ് ചെയ്യണം. അതെ അതെ അതെ. അതിൽ അങ്ങോട്ടും വണ്ടി പോകുന്നുണ്ടല്ലോ. ഏഹ് അതിനോട് അങ്ങോട്ടും ഒരു വണ്ടി പോയിട്ടുണ്ടല്ലോ. അതിലേം വണ്ടി പോകുന്നുണ്ടായിരുന്നു, ഇതിലൊക്കെ ആയിരുന്നോ? മെയിൻ ഡ്രൈവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെ ടിപ്പറുകാരൻ കൈയൊക്കെ ഇങ്ങനെ കാണിച്ചു വന്നതാണ്. അതിനൊരു കൈ ഗിയറയിലും ഒരു സ്റ്റിയറിംഗിലും പിന്നെ ഞാൻ എങ്ങനെ കൈ കാണിക്കും? എന്നാ ഒരു പുഞ്ചിരി സമ്മാനിക്കത്തില്ല, അല്ല ഒരു ഓൺ സമ്മാനിക്കത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പുഞ്ചിരിയെ കുറിച്ച് എനിക്ക് ക്ലാസ് എടുത്തായിരുന്നല്ലോ. ഈ സൈഡ് പണി തീർന്നു ഒരു ലൈൻ. ഇത് എനിക്ക് മനസ്സിലായത് ഈ പാലത്തിന്റെ കമ്പിയല്ല ഈ പച്ച പെയിന്റ് അടിക്കുന്നതന്നെ. തുരുമ്പ് പിടിക്കാതിരിക്കും അതെന്നാലും ഇതായിരിക്കും. എന്തെങ്കിലും ഗുണമുണ്ടോ? പച്ച കളറല്ല അത് എന്നാലും ഇതായിരിക്കും, കോട്ടിങ് പോലെ ആയിരിക്കും തുരുമ്പെടുക്കാതിരിക്കാനുള്ള. ഈ പാലത്തിന്റെ എവിടെ പണി നടക്കുന്നുണ്ടെന്ന് നോക്കി എല്ലാം ഈ പച്ച പെയിന്റ് അടിച്ചേക്കുന്ന കമ്പിയുണ്ട്. അതെ അല്ലേ. അല്ല എങ്ങനെ സാധിക്കുന്നു സഹോ ഇതൊക്കെ എന്നാ കണ്ടുപിടിക്കാന്? ഇത് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കും. ആ പോകുമ്പോ പിന്നെ നിങ്ങൾ ഈ കൃഷിത്തോട്ടത്തിലോട്ട് നോക്കുന്ന പോലെ നമ്മൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇത് എങ്ങനെയാന്നൊക്കെ നോക്കുമല്ലേ. അങ്ങനെ നോക്കുന്നവരല്ല താഴേക്ക് ഉണ്ട് ലോഡ് കണക്കിന് പച്ച കമ്പി ഇറക്കിയിട്ടേക്കുന്നത്. അപ്പൊ തൊട്ട് നമ്മുടെ ആലോചനയിൽ ഇങ്ങനെ ഉണ്ട് എന്നാ സംഭവം. ഇവിടെ ഒക്കെ കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ആയില്ലായിരുന്നു നമ്മൾ പോകുമ്പോ, ഇപ്പൊ ഇത്രയും കണ്ടോ. അതെ ആദ്യത്തെ ആ ഒരു ഫൗണ്ടേഷൻ ഇടാനുള്ള പാടമുള്ളതേ ഒരു ബേസ് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് പോയിക്കോളും. അതുമല്ല മഴയല്ലായിരുന്നു ആ ഇടയ്ക്കെല്ലാം, അതുകൊണ്ട് ഒത്തിരി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ നല്ല സ്പീഡ് നടക്കുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് പിന്നെ മുക്കാൽ ഭാഗം കീച്ചാൽ മതി. അതെ ഇപ്പൊ നമ്മൾ കുമ്പള എത്തി. കുമ്പള ആ ഇവിടെയൊക്കെ കണ്ടോ, കുമ്പള എല്ലാം ഈ പിന്നെ പാലത്തിനടിയിലായി പോകും. ഫ്ലൈ ഓവറാ ഇവിടെ മൊത്തം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ ടൗണിൽ കൂടെ പോകല്ലോ. ആ അതെ കഴിഞ്ഞ പ്രാവശ്യം ഇത് അപ്പുറത്തൂടെ ഇത് ഇത്രയും ആയിട്ടില്ലായിരുന്നു പണിയൊന്നും. നമ്മളൊരു മൂലക്കോട്ട് ഒതുക്കി. അതെ ഇവിടെ എല്ലാം പണി തീർന്നു. ആ താഴെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ട്. മോഗ്രാൽ ബ്രിഡ്ജ് നമ്മൾ പഴയ വഴി പുതിയ. ആ അതെ പുതിയ പാലം ഈ സൈഡിൽ. അങ്ങോട്ട് പോകുന്ന ഇത് പൊളിച്ചു പണിയായിരിക്കും, ഇതായിട്ട് അത് പൊളിക്കുള്ളൂ തോന്നുന്നു. ഇവിടെയൊക്കെ നോക്കിയാൽ കറക്റ്റ് ഇടയേ ഉള്ളൂ. ഓട്ടോ സ്റ്റാൻഡും എല്ലാം അവിടെ. ഇവിടെ ഈ സൈഡ് കട്ട് ചെയ്ത് ആ പൊക്കത്തിൽ തന്നെയാണ് ഈ സർവീസ് റോഡ് പോകുന്നത്. അതിനാന്ന് വെച്ചാൽ ഇവിടെ ഉള്ള വീട്ടുകാർക്കൊക്കെ റോഡ് ഉപയോഗിക്കാൻ സൗകര്യത്തിന്. അല്ലെങ്കിൽ അങ്ങോട്ട് അതെ തിട്ടിലായിട്ട് നിൽക്കുകയല്ലേ. വലിച്ചു വിട്ടോ കേട്ടോ, ഒന്നും നോക്കണ്ട. ഈ വഴി ഒന്നും നോക്കാതെ ഓടാൻ പറ്റുമോ ഇപ്പൊ ഈ വഴി നടക്കുന്നിടത്ത്? വഴിയൊക്കെ നല്ല അടിപൊളിയായില്ലേ. സൈഡിൽ ഇരിക്കുന്നവർക്ക് പറയാം, വളയം കയ്യിലിരിക്കുന്നവർ ഇതൊക്കെ നോക്കിക്കോണം. അതെ അതെ ഇപ്പോഴേ വഴിയൊക്കെ ഒത്തിരി കുറച്ചൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും കുറെ പണി തീർന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് ഓടിയെത്തും. മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിച്ചു വിട്ടോ, നീ മെച്ചപ്പെടും. ആ അടുത്ത ട്രിപ്പ് നമ്മള് അങ്ങോട്ടൊക്കെയാ പോകുന്നെങ്കിൽ പോയച്ച് പിന്നെ വരുമ്പോഴത്തേന് ഇച്ചിരൂടെ മെച്ചപ്പെടൂലേ. എങ്ങോട്ടൊക്കെയാ പോകുന്നെങ്കിൽ കോയമ്പത്തൂർ വഴിയാ പോകുന്നെങ്കിൽ, പാലക്കാട് കോയമ്പത്തൂർ വഴിയാ പോകുന്നെങ്കിൽ. എങ്ങോട്ടാണെന്നുള്ള കാര്യം തീരുമാനിച്ചില്ലല്ലോ. ആ ഇല്ല ഇപ്പൊ അല്ല അങ്ങനെയല്ല ഇപ്പൊ നമ്മള് കറങ്ങി ഇപ്പൊ ഇവിടെ വന്നേ. അതെ അതെ മാസങ്ങൾക്ക് ശേഷമാ ഈ വഴി കാസർഗോഡ് വഴി കാര്യങ്ങൾ പറഞ്ഞ പോലെ. അതെ ഓരോ സ്ഥലത്തോട് ഇങ്ങനെ അങ്ങ് പോവാ. ഞാൻ അവിടെ ജോലിക്ക് ചെയ്യുന്നപ്പോ ഞങ്ങൾ അവിടുത്തെ HOD പറയുമായിരുന്നു, ചന്ദ്രൻ പോകുന്ന പോലെ പോയേക്കല്ല. ചന്ദ്രൻ പോകുന്ന പോലെ എന്നാന്ന് വെച്ചാൽ നമ്മള് 4 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങും, പിന്നെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് എന്നാ മതിയല്ലോ. അപ്പൊ നമ്മളൊക്കെ പോകല്ലേ, മീററ്റിനും അവിടെ എവിടെയൊക്കെ പോകുമല്ലോ. അപ്പൊ ഈ പുള്ളി എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വിളിക്കും ഇടയ്ക്ക്. അപ്പൊ നമ്മളെ കിട്ടിയല്ലോ. അങ്ങനെ ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പുള്ളി ഞങ്ങൾക്ക് 3 പേർക്കും ഒരു നോട്ടീസിങ് ആണ്, ചന്ദ്രൻ പോകുന്ന പോലെ പോവാ അവര് ഉണ്ട് ഇവിടെ കാണണമെന്ന് പറഞ്ഞൊരു നോട്ടീസിങ് ആണ്. പഴേ നമ്മൾ കാസർഗോഡ് എത്തി കേട്ടോ. ചന്ദ്രഗിരി വഴി പോവാല്ലേ? ഏത് വഴി വേണേലും പോയേക്കാം, മേഡത്തിന്റെ ഇഷ്ടം. അതെ അതെ ആ കമ്പി തന്നെ പച്ച കളറാന്ന് തോന്നുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, അത് ഈ പാലം പണിയുന്നതിന് ഉപയോഗിക്കുന്ന മൊത്തം സാധനം ഇതാ. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാലേ എത്ര വർഷങ്ങൾ ഇത് നിൽക്കണ്ടതാ തുരുമ്പൊന്നും ഇല്ലാതെ. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും. ഞാൻ അറിയാവുന്ന ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം. കാസർഗോഡ് ടൗണും ഇതുപോലെ ഫ്ലൈ ഓവറിനടിയിലാണ്, മൊത്തം ഫ്ലൈ ഓവറാ. നമ്മളൊക്കെ ഇനി ഒന്ന് ടൗണിലൊന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പെടുവല്ലേ. അതെ കൂടെ വന്നങ്ങ് പോവില്ലോ. അതെ നമ്മൾ അതിലെ ഒരു കടയിലൊക്കെ തപ്പി നടക്കുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി നിർത്തി വെച്ച് കിലോമീറ്റർ നടക്കേണ്ടി വരും ഒരു സാധനം മേടിക്കണമെങ്കിൽ. ഉണ്ടോ പാലങ്ങൾ കുറേയൊക്കെ ആയി കേട്ടോ. എന്നാ പാലങ്ങളാന്ന് നോക്കി. ഈ
കമ്പി കണ്ടില്ലെന്ന് പറയാം. ഇതുണ്ടോ പച്ച കമ്പി ഇട്ടേക്കുന്നുണ്ടോ? മോളിൽ കണ്ടോ പച്ച കമ്പി? ഇതൊക്കെ എല്ലാം വെച്ച് പാലം മാർക്കുന്നു, പിന്നെ ഇതെല്ലാം അഴിച്ചെടുത്തോണ്ട് പോകുന്നത്. ഇതുണ്ടോ പൈപ്പും സാധനം എല്ലാം ഊരിക്കണം. എല്ലാം അതേപോലെ തന്നെ. ഇതേ പിന്നെ കുറച്ചാൾ കൂടിയൊക്കെ വരികയാണെങ്കിൽ ഈ സ്ഥലം പോലും കണ്ടാൽ മനസ്സിലാവുകയല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ബോംബെയിലൊക്കെ ചെല്ലുന്ന പോലെ. ബോംബെയിൽ ഇപ്പം 2-3 മാസം കൂടെ ചെല്ലായിരുന്നിട്ട് എന്നാൽ വഴി മനസ്സിലാവുകയല്ലോ. അതുപോലെ ഡെവലപ്മെന്റ്സ് അല്ലേ നടക്കുന്നത്. അല്ല ഇനി പറയുമ്പോൾ നമ്മൾ പറയണം, പണ്ട് ഞാൻ കേരളത്തിൽ കൂടെ മൊത്തം പോയിട്ടുണ്ട്, സ്ഥലം എനിക്കറിയായിരുന്നു. ഇപ്പോഴത്തെ അങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറുന്നു. കാസർഗോഡ് പിന്നെ എനിക്ക് തോന്നുന്നത് അപ്പുറം ഈ പാലത്തെ കയറിയാൽ കുറെ അങ്ങി എന്നാ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. 2-3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 3 കിലോമീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പാലത്തിന്റെ ഇടയിൽ കൂടെ പോയി നമുക്ക് അപ്പുറത്ത് വലത്തോട്ട് തിരിയണം കേട്ടോ. കാസർഗോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ലെഫ്റ്റ് സൈഡിൽ. നമുക്ക് നേരെ പോകണ്ടേ? ഇതേ കാഞ്ഞങ്ങാട് വഴി പോകാം അല്ലേ? വലത്തോട്ട് പോട്ടെ. അതിലെ വിടുവാന്ന് പകല് വേണ്ടി വിടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? പോട്ടെ. പോലീസുകാർ ഇങ്ങനെ വിളിച്ച് അവര് കൈ മടുത്തു. ഇത് അതെ ബസ്സുകാർ പോകാതെ നമുക്ക് പോകാൻ പറ്റുമോ? കണ്ണൂർ കാഞ്ഞങ്ങാട് അതാണ്ടേ. അപ്പൊ നമ്മളെ ഇവിടുന്ന് NH-66 നിന്ന് മാറി നമ്മള് ചന്ദ്രേരി റോഡ് വഴിയാ കാഞ്ഞങ്ങാടേക്ക് പോന്നെ. ഇനി നമ്മള് കാഞ്ഞങ്ങാട് ചെല്ലുമ്പോഴേ NH-66 കയറുള്ളൂ. മുന്നേ ലെഫ്റ്റ് കേട്ടോ. ആ ടാങ്കർ പോകുന്നുണ്ട്. ഫുള്ളടിച്ചോ. ഇങ്ങോട്ട് പോട്ടെ. ലെഫ്റ്റ് തന്നെ വണ്ടി നിൽക്കട്ടെ. പോട്ടെ. ആ 3 പേരും എല്ലാം നടന്നു വന്ന ചേച്ചി പറഞ്ഞിട്ട് മറ്റേ 2 പേരും ചേച്ചിയെ നോക്കിയിട്ട് അവര് ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നു. ഇത് ഇവിടുന്ന് ലെഫ്റ്റ് ഫ്രീ ലെഫ്റ്റാ. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് പോവാം. പോട്ടെ. ഫ്രീ ലെഫ്റ്റാന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോ ചേച്ചി ഇങ്ങനെ ആലോചിക്കുവാ, ഫ്രീ ആയിട്ട് ലെഫ്റ്റിൽ പോകുന്നല്ലേ? എനിക്കിട്ട് ഓടാൻ കിട്ടുന്ന ഒരു അവസരം കളയല്ല. എന്നോട് തന്നെ ഇത് പറയണല്ലേ? എന്നോട് തന്നെ വേണം ബാല. ഇത് കോഴിക്കോട് 179, കണ്ണൂർ 90, കാഞ്ഞങ്ങാട് 24. അവിടെ ഞാൻ നിർത്തി. ഞാൻ വേണം കുറച്ചു നേരം ഓടിച്ച് സഹായിക്കാം. ബ്ലോക്കിനകത്ത് ഓടിച്ച് മടുത്തില്ലേ? പോട്ടെ. ഇനി കിടക്കല്ലേ ബ്ലോക്ക് ഫുള്ള്. കൊച്ചി 372, കണ്ണൂർ 90. കോഴിക്കോട് ശരിക്കും 179 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മള് ഹൈവേയിലാണെങ്കിൽ അതൊരു 3 മണിക്കൂറോ 3.5 മണിക്കൂറോ മതി. എക്സ്പ്രസ് പോലത്തെ വഴിയാണെങ്കിൽ ഒരു 3 മണിക്കൂർ മതി. ഒരു സംശയമില്ല. അതായത് 60-ൽ താഴെ പോയാൽ പോലും. പക്ഷെ ഇവിടെ നമുക്ക് 179 കിലോമീറ്റർ അല്ല 150 കിലോമീറ്റർ എത്ര മണിക്കൂർ വേണ്ടി വരും? 6 മണിക്കൂർ. ഏറ്റവും കുറഞ്ഞ 6 മണിക്കൂർ വേണ്ടി വരും. അതായത് അതിനിടയ്ക്ക് വേറെ അടുത്ത് നിർത്താതെ ഒക്കെ ഓടി പോവുകയാണെങ്കിൽ, അതെ, ഇടയ്ക്ക് നിർത്തുവോ ഡീസൽ അടിക്കുകയോ ഒക്കെ പരിപാടിയാണെങ്കിൽ പിന്നെ സമയം പോകും. ഓട്ടോറിക്ഷ പുതിയ ഓട്ടോറിക്ഷകൾ കിടക്കുന്ന CNG വണ്ടികളാണ്. ഇതാണ് നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ. തെങ്ങ് കണ്ടോ? എന്തായാലും തെങ്ങുണ്ടോ നോക്കി. ഇവിടങ്ങളിലൊക്കെ തെങ്ങുണ്ട്. നമ്മുടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തെങ്ങില്ല. തേങ്ങയൊക്കെ കുറവാന്ന് തോന്നുന്നു. ദേളി ലെഫ്റ്റിലേക്ക്, കടവത്ത് റൈറ്റിലേക്ക്. കടവത്തോട്ട് പോന്നോ? കടവത്തൊന്നും പോകാനുള്ള സമയമില്ല ഇപ്പം. പറയുന്നേ എന്നാ നേരെ പോട്ടെ. നമ്മളിപ്പോഴേ മെയിൻ ഡ്രൈവർ പറയുന്ന അനുസരിച്ചല്ലേടാ ഇപ്പൊ ഇന്നോട് സ്ഥലത്തോട്ട് പോകണമെന്ന് പറയാൻ അങ്ങോട്ട് പോകുന്നു. പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മുടേതായ അഭിപ്രായങ്ങളൊന്നുമില്ല. ഡ്രൈവിംഗ് സീറ്റിലാണ് മെയിൻ ഡ്രൈവർ ഇരിക്കുന്നത്. അതെ, എല്ലാം മെയിൻ ഡ്രൈവറാ. അതെ, മെയിൻ ഡ്രൈവർ ധൈര്യത്തിലാണ് നമ്മളാണ് ഇങ്ങനെ പോകുന്ന പോലും. അത് ശരിയാ. നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്താൻ സൗകര്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നിർത്തി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം കേട്ടോ. ചായ വേണോ? ചായ വേണമെന്നില്ല, ഞാൻ വെള്ളം കുടിച്ചോളാം. നല്ല പഴംപൊരിയും പരിപ്പൂടിയും ഒക്കെ ഉണ്ടാക്കി ചായ വേണം. അതൊക്കെ കിട്ടും. ഈ പാലത്തിന് അടിയിൽ കൂടെ താഴെ കൂടെ പണ്ട് വഴി ഉണ്ടായിരുന്നപ്പം അതിലെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇത് താഴെ കൂടെ അല്ല, അത് വേറെ അല്ലേ? ഇവിടെ ആയിരുന്നു. ഇവിടെ ഭയങ്കര കുഴിയായിരുന്നു. താഴോട്ട് എന്നിട്ട് ഈ കയറ്റം ഭയങ്കര കയറ്റമായിരുന്നു. ഇതേ കൊന്ന ഇപ്പോഴേ പൂത്ത് കേട്ടോ. അതെ, ആ കൊന്ന നിറച്ചു പോവല്ലേ? ജനുവരി ആയതുള്ളല്ലോ. കണിക്കൊന്നപ്പൂ ഇപ്പോഴേ പണ്ടത്തെ പോലല്ല. ഇപ്പൊ ഈ വിഷു ആകുമ്പത്തേനും ഉള്ളു കൊന്നലെ പൂവെല്ലാം പൊഴിഞ്ഞു തരും. വീട്ടിലാണെങ്കിൽ നമ്മുടെ കൊന്നലാണെങ്കിൽ എന്നും പോകുന്നു. 365 ദിവസം ശകലിച്ചാലും പോവാണ്. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നടക്കുമല്ലോ. കണ്ണാടി പാത്രത്തിനകത്ത് ചില്ലിനകത്ത് നല്ല പഴംപൊരി ഇരിക്കുന്നു. അതാ ഇവിടെ വേദന ചവിട്ടിയത്. ചായ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പഴംപൊരി മതി. എന്നാ പിന്നെ നിർത്തോ. എന്നാ ചാടി ഇറങ്ങണം.